ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതാക്കുന്ന ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാട്ടോ വീഡിയോസ് സ്ഥിരം ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്, പറ്റുന്നില്ല. അപ്പോൾ ഇതാ നമ്മളിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാക്കുന്ന നമ്മളെ 2 കോഴികൾ ഇനിയും പൊരുത്തായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഒരു പൊരുത്തായ ഒരു കോഴിയാട്ടോ. അപ്പോൾ നമ്മൾ ഇവക്ക് ഡെമ്മി മുട്ട ഒരു 4 എണ്ണമായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ 2 എണ്ണം കാക്ക കൊത്തിക്കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന ഈ നമ്മളെ ഒരു കറുത്ത ഒരു പെടക്കോഴി ഉണ്ട്. അപ്പോൾ അവൾ ഓൾറെഡി അതിൽ അട വെച്ച് കിടക്കുകയാണ്, മുട്ട വെച്ചെടുത്ത് കിടക്കുകയാണ്. അപ്പോൾ അവൾ അതിൻ്റെ അകത്ത് പോയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അവൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു പെട്ടിയിലായിരുന്നു കേട്ടോ നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് സ്ഥലം മാറിയതുകൊണ്ട് തന്നെ തിരിഞ്ഞ് കളിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പൊരുത്തൊക്കെ ആയി കഴിയുമ്പോൾ കോഴികൾ ഇതേപോലെ പൊരുത്തുമുട്ട ഇടും. അവർ ലാസ്റ്റ് പൊരുത്താകുന്നതിൻ്റെ ആ ഒരു സമയത്ത് പൊരുത്തുമുട്ടയൊക്കെ ഇടും. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു കോഴിമുട്ട വിരിയാൻ സാധ്യത കൂടുതലാട്ടോ. അപ്പോൾ നമ്മൾ പൊരുത്തൊക്കെ ആയി കഴിഞ്ഞാൽ കോഴി എവിടെയാണോ മുട്ടയിടുന്നത് അവിടെ ആയിരിക്കും അവർ എന്താ പറയുക, അവിടെ തന്നെയായിരിക്കും നമ്മൾ പൊരുത്തി അടിയിരിക്കാനൊക്കെ ശ്രമിക്കുക കേട്ടോ. അവർ മുട്ടയിടുന്ന എവിടെയാണോ അവിടെ തന്നെയാണ് അവർ അടിയിരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിമുട്ടയൊക്കെ അതേപോലെ കണ്ടാൽ അവരിങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണാൻ പറ്റും. പിന്നെ അതേപോലെ നമ്മൾ കോഴിനൊക്കെ ഇങ്ങനെ തൊടാൻ പോകുമ്പോൾ അവരിങ്ങനെ ചിറക് ഇങ്ങനെ പൊന്തിച്ച് ഒരു ശബ്ദം ഉണ്ടാക്കില്ലേ. അപ്പോൾ അതേപോലെ പിന്നെ നമ്മൾ മുട്ടയൊക്കെ വെച്ച് കൊടുത്താൽ ഇവർ ചിറകുകൊണ്ട് ഇങ്ങനെ അതിങ്ങനെ അടുപ്പിച്ച് അവരെ പള്ളയുടെ അടിയിലേക്ക് ഇങ്ങനെ ആക്കി വെക്കുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഒരു കോഴിയുടെ അട വിരിക്കാൻ പോകുന്ന ലക്ഷണം കേട്ടോ കാണുന്നതൊക്കെ. അപ്പോൾ ഇന്ന് നമ്മളെ കണ്ടന്റ് തന്നെ അവിടെ ഇരിക്കുന്ന കോഴി കാണിക്കുന്ന ലക്ഷണങ്ങളൊക്കെ കാണിക്കുകയെന്ന് ചോദിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതുകൊണ്ട് മാത്രമായിട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാക്കുന്ന നമ്മളെ കോഴികളൊക്കെ ഇതാക്കുന്ന അവിടെ ഇരിക്കാൻ പോകുമ്പോൾ ഇതേപോലെയൊക്കെ ലക്ഷണങ്ങളൊക്കെ കാണിക്കും കേട്ടോ. ഇത് ഞാൻ എൻ്റെ കൂടിൻ്റെ മോൾ ഭാഗത്താട്ടോ നമ്മൾ ഇവരധികം കോഴി മുട്ട ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തന്നെയാട്ടോ അവർ അവിടെ ഇരിക്കാൻ തോന്നും. അപ്പോൾ ഈ ചൂട് കാരണം അവിടെ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ അവർ ഇനി എങ്ങനെ നോക്കിയാലും അവരവിടെ നിന്ന് ആണെങ്കിൽ അവിടെ തന്നെ ആയിരിക്കുക. അപ്പോൾ നമ്മൾ കോഴിയൊക്കെ ഇതാക്കുന്ന അടിയിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നാൽ അവർ പിന്നെ എണീച്ച് പോലും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡെമ്മി മുട്ട ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വെച്ച് നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ സാധാ കോഴിമുട്ട ഉണ്ടെങ്കിൽ അവർ മുട്ടയിടുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ഒരു 3-4 മുട്ട നമ്മൾ എടുക്കാതെ അവിടെ തന്നെ വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന ഈ ഒരു കോഴിയും നമ്മളെ അടിയിരിക്കാനുള്ള ലക്ഷണം കാണിക്കുന്ന കോഴിയാട്ടോ. അപ്പോൾ ഈ ഒരു കോഴിക്ക് നമ്മൾ കോഴിമുട്ട വെച്ച് കൊടുത്തിട്ടില്ല. ഇത് വേറൊരു കോഴിയുടെ അപ്പുറം പോയി കിടക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവക്കും കോഴിമുട്ട വെച്ചപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് കോഴിമുട്ട നമ്മൾ അട വെക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ നമുക്ക് വിരിഞ്ഞിറങ്ങി കിട്ടി. ഇനിയും വിരിയാനുണ്ട്. അപ്പോൾ നമ്മൾ നാടൻ കോഴികൾ ഇതാക്കുന്ന ഇതേപോലെയാണ് പൊരുത്തി കഴിഞ്ഞാൽ ഇങ്ങനെയാട്ടോ അത് കാണുക. ഇവർ രോമൊക്കെ പൊന്തിച്ച് ഒരു തരം ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ നിൽക്കുക. പിന്നെ കോഴിമുട്ടയൊക്കെ അവർ എവിടെയാണോ പോയി കിടക്കുന്നത് അവിടെ ഒരു കോഴിമുട്ടയൊക്കെ അവരെ പള്ളേൻ്റെ അടിയിലേക്ക് ഇങ്ങനെ നീക്കിയിട്ട് അങ്ങനെയാട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മളെ അടിയിരിക്കാൻ പോകുന്ന അടുത്ത കോഴി കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കോഴികൾ നമുക്ക് അടിയിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്രാവശ്യം. അപ്പോൾ നമ്മൾ കോഴികൾ ഇടുന്ന ആ ഒരു സ്ഥലത്ത് കോഴിമുട്ട 2-3 കോഴിമുട്ട അവിടെ തന്നെ വെക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മളെ കോഴികളൊക്കെ പെട്ടെന്ന് പൊരുത്തിയിട്ട് അവിടെ അടങ്ങിക്കിടക്കുള്ളൂ. ചില കോഴികൾ പൊരുത്തിയിട്ട് അടങ്ങിക്കിടക്കാത്ത കോഴികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കോഴികളൊക്കെ പൊരുത്തിയിട്ട് കിടക്കണമെങ്കിൽ അവരിടുന്ന മുട്ട എവിടെയാണോ മുട്ട ഇടുന്നത് അവിടുന്ന് 2 മുട്ട 2-3 മുട്ടയെങ്കിലും സ്ഥിരം അവിടെ തന്നെ വെച്ചാൽ നമ്മുടെ കോഴികൾക്ക് പെട്ടെന്ന് പൊരുത്താകുകയും അതേപോലെ തന്നെ അവിടെ കിടക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിതാക്കുന്ന ഇത് നമ്മളെ കോഴിമുട്ട ഇപ്പോൾ ഇല്ലാഞ്ഞിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരുപാട് കോഴികൾ ഇപ്പോൾ 3-4 കോഴികളൊക്കെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അതുമല്ല നമ്മൾ ഒരു കോഴിക്ക് ഒരു മാസമായി നമ്മൾ വിരിഞ്ഞിറങ്ങിയ കോഴി അവൾ മക്കളെ അടുത്ത് നിന്നൊക്കെ മാറ്റി നിർത്തിയ സമയത്ത് ഇപ്പോൾ അവൾ മുട്ട ഇടാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ തള്ളേൻ്റെ അടുത്ത് നമുക്ക് മക്കളെ അകറ്റി നിർത്തി വേറെ ഒരു ഇതിലിട്ടാൽ തള്ളക്കോഴികൾ പെട്ടെന്ന് അടുത്ത ചേല് ഇട്ടിട്ട് മുട്ടയിടാനുള്ള ശ്രമത്തിൽ ആയിക്കോളും.
ഇതിപ്പോൾ നമ്മളെ നാടൻ കോഴികളൊക്കെ അവിടെ ഇരിക്കുന്ന ലക്ഷണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് മാത്രമായിട്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ എങ്ങനെ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ. പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.